Hello, good evening. Audible അല്ലേ? Hello, hello. അതെ. Okay. So നമ്മൾ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ആയിരുന്നു ലാസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് അടുത്തത് ചെയ്യാം. അസോസിയേഷൻ റൂൾ മൈനിങ് ചെയ്യാം. സോ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അസോസിയേഷൻ റൂൾ മൈനിങ്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രോസറി ഡാറ്റ സെറ്റ് ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഗ്രോസറീസ് ഡാറ്റ സെറ്റ് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഗ്രോസറീസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെയിം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രോസറീസ് പ്രോബ്ലം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ട്സ് ആണ് ചെയ്യാനുള്ളത്. സോ അസോസിയേഷൻ റൂൾ മൈനിങ്ങിൽ നമ്മൾ ഫസ്റ്റ് വൺ അപ്രിയോറി ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇമ്പോർട്ട് ചെയ്യണം നമുക്ക് ഫസ്റ്റ്. ഇൻസ്റ്റാൾ ചെയ്യാം. പിപ്പ് ഇൻസ്റ്റാൾ. ഓക്കെ, സോ പിപ്പ് ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്താലും മതി. സക്സസ്ഫുള്ളി ബിൽഡ് പറഞ്ഞിട്ട് നമുക്ക് ഇതിനൊരു മെസ്സേജ് വരും. ദെൻ എഫിഷ്യൻ്റ് അപ്രിയോറി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് കമൻറ്റ് ചെയ്തിട്ടതിന് ശേഷം കൊടുക്കുക പിപ്പ് ഇൻസ്റ്റാൾ എഫിഷ്യൻറ്റ് ഹൈഫൺ അപ്രിയോറി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വേറെ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ എഫിഷ്യൻറ്റ് അപ്രിയോറി വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഓപ്ഷണൽ ആണ്. ഇതിപ്പോൾ തൽക്കാലം കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഫസ്റ്റ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കണം. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് പാൻഡാസ് ആസ് വീഡിയോ കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ലൈബ്രറിയും കൂടി ഇമ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫ്രം ലൈബ്രറിൻ്റെ നെയിം കൊടുക്കുക, ഇമ്പോർട്ട് അപ്രിയോറി കൊടുക്കുക. ഇമ്പോർട്ട് അപ്രിയോറി. ഓക്കെ, ദെൻ റൺ ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ട്സ് കഴിഞ്ഞു. നമ്മൾ ഡാറ്റ സെറ്റ് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ആയിരുന്നു, ലൈബ്രറിനെ ഇൻസ്റ്റാൾ ചെയ്തു. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ ഈക്വൽസ് ഇത് കൊടുക്കുക, പി ഡി ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഗ്രോസറി ഡാറ്റ സെറ്റ്, നമ്മുടെ ഡാറ്റ സെറ്റിൻ്റെ നെയിം
ഗ്രോസറീസ് അണ്ടർസ്കോർ ഡാറ്റ സെറ്റ് ഡോട്ട് CSV കൊടുക്കാം. ഫയൽ നെയിം അതല്ലേന്ന് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. യെസ്, ഗ്രോസറീസ് അണ്ടർസ്കോർ ഡാറ്റ സെറ്റ് ഡോട്ട് CSV. ഓക്കെ. ദെൻ അതിന് ശേഷം ഡാറ്റ ഡോട്ട് ഹെഡ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. എന്താണ് അത് കൂടി 3 കോളംസ് ആണ് അതിൽ വരുന്നത്. മെമ്പർ നമ്പർ ഉണ്ട്, അതേപോലെ ഡേറ്റ് ഉണ്ട്, പിന്നെന്താണ് ഐറ്റം ഡിസ്ക്രിപ്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഗ്രോസറീസിന്റെ ഒരു നമ്പറും ഡേറ്റും അതേപോലെ തന്നെ ഐറ്റം ഡിസ്ക്രിപ്ഷനും ആണ് നമുക്ക് ആ കൂടി കിട്ടിയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ സെറ്റിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഷേപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ എത്ര റോസ് വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നൾ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കും. ദെൻ യൂണീക്ക് വാല്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ആരും വരുന്നത് ഏതാണ്, ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. അതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. സോ കൊടുക്കാം ഡാറ്റ ഡോട്ട് ഷേപ്പ് കൊടുക്കാം. ദെൻ റൺ ചെയ്യാം. 38,765 റോസും 3 കോളംസും ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. സോ എന്താണ് ഡേറ്റും ഐറ്റം ഡിസ്ക്രിപ്ഷനും ഒബ്ജക്റ്റ് ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കാം. സോ ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സം കൊടുക്കാം. റൺ ചെയ്യുക. സോ നൾ വാല്യൂസ് ഒന്നുമില്ല. ഇനി ഏതെങ്കിലും വാല്യൂസ് യൂണീക്ക് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓരോ കോളത്തിലെ യൂണീക്ക് വാല്യൂസ് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഐറ്റം ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഐറ്റം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഡോട്ട് യൂണീക്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ദെൻ റൺ ചെയ്യാം. നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട് അല്ല, ഒത്തിരി ഗ്രോസറി ഐറ്റംസ് ഉണ്ട്. അതാണ് 38,000 ഉണ്ട് നമ്മുടെ കോളം. സോ അതിനനുസരിച്ചുള്ള ഗ്രോസറി ഐറ്റംസും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗെറ്റ് ഡമ്മീസ് യൂസ് ചെയ്തിട്ട് കോളംസിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വൺ ഹോട്ട് എൻകോഡിങ് യൂസ് ചെയ്യാൻ പോവാണ്. സോ ഗെറ്റ് ഡമ്മീസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് വൺ ഹോട്ട് ഈക്വൽസ് എന്ന് കൊടുക്കുന്നുണ്ട്, PD ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ ഡമ്മീസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഐറ്റം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, കോമ ഡി ടൈപ്പ് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ഇൻറ്റ് കൊടുക്കുക. ബൈ ഡിഫോൾട്ട് ടൈപ്പ് വരുന്നത് എന്താണ്, ബൂളിയൻ ആണ്. സോ ഇതാണ് ഡാറ്റ ട്രൂ ഓർ ഫോൾസ് ആയിട്ടായിരിക്കും വരുന്നത്. സോ അതിന് പകരം ന്യൂമറിക്കൽ സീറോസും വൺസും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡി ടൈപ്പ് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും അതിലത്തെ വാല്യൂസ് വരുന്നത്. അത് ആഡ് ഓൺ ചെയ്യാം അല്ലേ. സോ ബൈ ഡിഫോൾട്ട് ഡി ടൈപ്പ് is boolean. So the data would be true or false. Okay. So എന്താണ് ഡി ടൈപ്പ് ഇൻഡ് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡാറ്റ എന്തായിരിക്കും, either ട്രൂ ഓർ ഫോൾസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഡാറ്റയിൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം. വൺ ഹോട്ടിന് നമുക്ക് ആഡ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ കോൺകാറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജോയിൻ ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ഡാറ്റ ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ഡാറ്റ ഡോട്ട് ജോയിൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം വൺ ഹോട്ട് എന്നാണ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ വൺ ഹോട്ട് നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഡാറ്റേൻ്റെ ഹെഡ് വാല്യൂ എടുത്ത് നോക്കാം. സോ ഡാറ്റ ഡോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ഹെഡ് കൊടുത്ത് നോക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. സോ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഓരോ ഐറ്റംസിനും ഓരോ കോളംസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. സോ അറൌണ്ട് 170 കോളംസ് ഉണ്ട്, 5 റോസും ആണ്. ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് 5 റോസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. 170 കോളംസും അതേപോലെ 5 റോസും ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ട്സിലെ യൂണിക് വാല്യൂസ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യുക, അത് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
സോ പ്രൊഡക്ട്സ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഐറ്റം ഡിസ്ക്രിപ്ഷൻ, ദെൻ ഡോട്ട് എന്ത് കൊടുക്കുക, യൂണിക് ഫംഗ്ഷൻ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യാം. ഓക്കെ. സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്ക് എന്താണ് ഐറ്റം ഡിസ്ട്രിബ്യൂഷൻ്റെ കംപ്ലീറ്റ് യൂണിക് വാല്യൂസ് അവിടെ ലോഡ് ആയിട്ടുണ്ടാവും. ദെൻ ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം. ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോളത്തിനെ നമുക്ക് ഇനി ഡ്രോപ്പ് ചെയ്യാം. ബിക്കോസ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻറ്റയർ കോളംസ് നമ്മൾ യൂണിക് വാല്യൂസ് വെച്ചിട്ടുള്ള എൻറ്റയർ കോളംസ് നമ്മൾ താഴേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന് നമുക്കിനി ആ ഒരു ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന കോളത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള യൂസ് വരുന്നില്ല. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, കളയാൻ പോവാ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡാറ്റ ഈക്വൽസ് ഡാറ്റ ഡോട്ട് എന്ത് കൊടുക്കുക, ഡ്രോപ്പ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഐറ്റം ഡിസ്ക്രിപ്ഷൻ കോമ ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. സോ എന്താണ് കോളം വൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ റൺ ചെയ്യുക. സോ അത് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് കമ്പൈൻ ചെയ്യണം. സോ ഗ്രൂപ്പ് ബൈ ആണ് ചെയ്യുന്നത് കേട്ടോ. സോ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. റെക്കോർഡ്സ് ഈക്വൽ കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഗ്രൂപ്പ് ബൈ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം, അതേപോലെ മെമ്പർ നമ്പർ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഡേറ്റ് ഉണ്ടായിരുന്നു അല്ലേ. സോ അതും പ്രൊഡക്ട്സ് നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കാം അല്ലേ. മെമ്പർ നമ്പർ ഉണ്ട്, നമുക്ക് ഡേറ്റ്സും ഉണ്ട്. സോ അതാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് മെമ്പർ നമ്പർ, ഇതേപോലെ ഇത് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഓക്കെ, മെമ്പർ നമ്പറും ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ലിസ്റ്റ് കോംപ്രിഹെൻസേഷൻ പോലെ കേട്ടോ ഇത് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്ട്സ് റേഞ്ച് കോളം കൊടുക്കുന്നുണ്ട്. സോ എൻറ്റയർ പ്രൊഡക്ട്സിന് വേണം. അതേപോലെ സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞ ശേഷം ഡോട്ട് എന്ത് കൊടുക്കുക, അപ്ലൈ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സമ്മാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ സം കൊടുക്കുന്നുണ്ട്. സോ എല്ലാം കറക്റ്റ് അല്ലേന്ന് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ പ്രൊഡക്റ്റിനോട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സം അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ട് ചെക്ക് ചെയ്ത് നോക്കാം, റെക്കോർഡ്സിൽ എന്താണ് വാല്യൂ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് ചെയ്യാം, ഇച്ചിരി ടൈം എടുക്കും. ബിക്കോസ് 38,000 റോസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ പോലുള്ള ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്ര അധികം കോളംസിനെ പ്രോസസ്സ് ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും. സോ നമുക്ക് അങ്ങനത്തെ ടെക്നിക്സ് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇപ്പോൾ പുതിയൊരു ഡാറ്റ ഫ്രെയിം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് നോക്കാം. നമ്പർ ഉണ്ട്, അതേപോലെ ഡേറ്റ് ഉണ്ട്. ദെൻ ആ ഐറ്റംസ്, അതായത് ഐറ്റം ഡിസ്ട്രിബ്യൂഷൻ്റെ കംപ്ലീറ്റ് വാല്യൂസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്.
റിസർവേഷൻ ഫുഡ് ഓക്കെ ഒരു കാറ്റഗറീസ് വൈസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. സോ എൻ്റെ ഒരു കോളംസ് നമ്പേഴ്സ് നമ്മളിവിടെ നോക്കിയാൽ കാണാം 167 കോളംസ് ഉണ്ട്. ദെൻ 40,963 റോസ് നമുക്ക് അവിടെ വിസിബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫങ്ഷൻ ആക്സസ് ചെയ്യാം. ലൈക്ക് നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് നെയിംസ് 1 by 1 ആയിട്ട് എടുക്കണം. ലൈക്ക് പ്രൊഡക്റ്റ് നെയിം ഇപ്പോൾ ട്രോപ്പിക്കൽ മിൽക്ക്, അതേപോലെ ഒത്തിരി കോളംസ് ഉണ്ട്, 167 ഉണ്ട്. സോ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് എടുക്കണേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഡെഫ് എന്ത് കൊടുക്കുക, ഗെറ്റ് അണ്ടർസ്കോർ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിംസ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ പാസ് ചെയ്യുന്നുണ്ട്, പി എന്നാണ് ഞാൻ വേരിയബിൾ നെയിം കൊടുക്കുന്നത്. ദെൻ കോളൻ, നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഫോർ ലൂപ്പ് കൊടുക്കുന്നുണ്ട്. ഫോർ പ്രൊഡക്റ്റ് ഇൻ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. കോളൻ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ മാനുവലി അതും കൂടി ഇവിടെ ആഡ് ഓൺ ചെയ്യാമല്ലോ. ഇത് കൊടുക്കുക, പ്രൊഡക്ട്സ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ്സിനുള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഓരോ കോളംസ് നെയിംസ് 1 by 1 ആയിട്ട് കൊടുക്കുക. ട്രോപ്പിക്കൽ മിൽക്ക്, അതേപോലെ സിംഗിൾ കോട്ട്സിൽ ബീഫ് കൊടുക്കുക. അതേപോലെ സിംഗിൾ കോട്ട്സിൽ ഫ്രൂട്ട് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, സോ ഇതേപോലെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കാം. സോ നമുക്ക് കണ്ടീഷൻ കൊടുക്കണം. ഇഫ് പി ഓഫ് എന്ത് കൊടുക്കുക, പ്രൊഡക്റ്റ് എന്താണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ് നമുക്കിവിടെ കിട്ടണം അല്ലേ. സോ പി ഓഫ് അഗെയിൻ എന്ത് കൊടുക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് ഈക്വൽസ് ഇതാണ് പ്രൊഡക്റ്റ് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഈക്വൽസ് പ്രൊഡക്റ്റ്. സോ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമ്മളവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എന്താണ്, നമ്മുടെ ആ ഒരു പീനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം. സോ അതും കൂടി നോക്കുക, അലൈൻമെൻറ്റ് റിട്ടേൺ ഇത് കൊടുക്കുന്നുണ്ട്, പി കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഫംഗ്ഷനെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. സോ റെക്കോർഡ്സ് ഈക്വൽസ് ഇത് കൊടുക്കുക, റെക്കോർഡ്സ് ഡോട്ട് അപ്ലൈ. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഗെറ്റ് അണ്ടർസ്കോർ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ കൊടുക്കുക, നെയിം കൊടുക്കുക, നമ്മുടെ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നുണ്ട്. കോമ എന്താ കൊടുക്കുക, ആക്സസ് ഈക്വൽസ് 1 കൊടുക്കുക. സോ റെക്കോർഡ്സ് ഡോട്ട് എന്ന് പറയുമ്പോൾ ആ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ഫ്രെയിം ആയിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. പ്രോസസ്സിങ്ങിന് കുറച്ച് ടൈം എടുക്കും, അതൊന്ന് കംപ്ലീറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് റെക്കോർഡ്സിൻ്റെ വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് 38,000 വാല്യൂസ് ആണ് വരുന്നത്. വലിയ വലിയ ഡാറ്റ സെറ്റ് വരുമ്പോൾ അതിൻ്റേതായ ടൈം ഡ്യൂറേഷൻ എടുക്കും കേട്ടോ. ഇപ്പോൾ 1,00,000 ഡാറ്റ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡാറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോസസ്സിംഗ് സ്പീഡ് എടുക്കും. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സിംഗ് പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ വർക്കിംഗ് വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഒത്തിരി ഇങ്ങനെ പോയിട്ടുണ്ട്, ബിക്കോസ് നമ്മൾ അത്രയും ബൾക്കായിട്ടുള്ള ഡാറ്റയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഡാറ്റ സെറ്റ് വെച്ച് ചെയ്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വാർണിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് കുറേ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെക്കോർഡ്സിൻ്റെ വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ലാസ്റ്റ് സെല്ലിൽ ഇത് കൊടുക്കുക, റെക്കോർഡ്സ് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതെല്ലാം ഇവിടുത്തായിരിക്കും സ്ക്രോൾ ചെയ്യാം. ഇനി റെക്കോർഡ്സിലെ വാല്യൂസ് മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കാം, ഇവിടെ ഇത് കൊടുക്കുക, റെക്കോർഡ്സ് ഡോട്ട് ഇതിപ്പോൾ ഡാറ്റ ഫ്രെയിം പോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, റെക്കോർഡ് ഡോട്ട് വാല്യൂസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അരേ പോലെ നമുക്കത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും കേട്ടോ. സീറോസും ആ ഒരു വാല്യൂസൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സെയിം മുകളിലുള്ള ഡാറ്റ തന്നെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. സോ വൺസ് വരുന്നതിൻ്റെ അവിടെയൊക്കെ നമ്മൾ എന്താണ്
ആ പ്രൊഡക്റ്റിന്റെ നെയിം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ നെയിം അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് മുകളിലത്തെ ഡാറ്റ ഫ്രെയിമിൽ നമുക്ക് എന്ത് കാണുന്നത്, അതർ വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡാറ്റ നമുക്ക് വിസിബിൾ ആവുന്നത് കേട്ടോ. നമ്മളത് അസൈൻ ചെയ്ത് കൊടുത്തതിന്റെ ഡിഫറൻസ് അനുസരിച്ചിരിക്കും. ഫോർ ലൂപ്പ് നമ്മൾ നോർമലി കൊടുക്കാമല്ലോ അല്ലേ. ട്രോപ്പിക്കൽ ഫ്രൂട്ടിന് 1 വരുന്നിടത്തൊക്കെ എന്താണ് ആ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രൂ ഉള്ളതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ യുണീക്ക് വാല്യൂസ് ചെക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ വാല്യൂ കൗണ്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ബട്ട് ഓരോ കോളംസിനെയും ഇപ്പോൾ അറൌണ്ട് 100 എബവ് ഉണ്ട്. സോ ഓരോ കോളംസിനെ 1 by 1 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അത്ര ഈസി അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്താ യൂസ് ചെയ്തത്, ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വന്നത് കേട്ടോ. സോ ആ ഒരു ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സീറോസിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. സോ നമ്മൾ റെക്കോർഡിൽ നിന്ന് എന്ത് ചെയ്യും, റെക്കോർഡ് ഡോട്ട് വാല്യൂസ് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് സീറോസിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് കമന്റ് ചെയ്യുന്നുണ്ട്, റിമൂവിങ് സീറോസ്. സോ അതിന് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻസ് ഈക്വൽസ് കൊടുക്കുക, റെക്കോർഡ്സ് ഡോട്ട് കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുന്നുണ്ട് ട്രാൻസ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ്. സോ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഒരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർ ലൂപ്പ് കൊടുക്കുന്നുണ്ട്. ഫോർ ഐ ഇൻ കൊടുക്കുക, ട്രാൻസാക്ഷൻ കൊടുക്കുന്നുണ്ട്. ഫോർ ഐ ഇൻ ട്രാൻസാക്ഷൻസ് കോളൻ കൊടുക്കാം, അപ്പൻഡ് ചെയ്യണം അല്ലേ. സോ ട്രാൻസ് ഡോട്ട് അപ്പൻഡ്, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഐ സ്ക്വയർ ബ്രാക്കറ്റ് ഐ എന്താണ് നോട്ട് ഈക്വൽ 0. ഓക്കെ, ഐ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. സോ എന്ത് ചെയ്യുക, ടു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലൈനിൽ ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ് കൊടുക്കാം. ഓക്കെ, ദെൻ റൺ ചെയ്ത് നോക്കാം. നമുക്ക് ആ ട്രാൻസിലെ വാല്യൂസ് കിട്ടും. കണ്ടോ, ഇപ്പോൾ ട്രൂ ആയിട്ട് വരുന്നതിൻ്റെ വാല്യൂസ് നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. സീറോസ് ഇല്ലാതെ വാല്യൂസ് മാത്രം നമുക്കൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് കിട്ടും. ഇനിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പോണത്, റൂൾസ് യൂസ് ചെയ്യാൻ പോണത്. അതായത് അപ്രിയോറി റൂൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോണത് ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ്. സോ നെക്സ്റ്റ് സെല്ലിൽ എന്ത് ചെയ്യാം, റൂൾസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റൂൾസ് ഈക്വൽസ് കൊടുക്കുക, നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് അപ്രിയോറി കൊടുത്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആ സീറോസ് ഇല്ലാതെ മാറ്റി ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടല്ലോ, സോ അത് കൊടുക്കാം. സോ ട്രാൻസ് കൊടുക്കുന്നുണ്ട്, കോമ. നെക്സ്റ്റ് എന്താണ്, മിനിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ കേട്ടോ. മിൻ അണ്ടർസ്കോർ എന്ത് കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് 0.0003 കൊടുത്തിട്ടുണ്ട്, കോമ. മിനിമം കോഎഫിഷ്യന്റ് കൊടുക്കണം, COEFF, കോഎഫിഷ്യന്റ് അല്ല, കോൺഫിഡൻസ് ആണ്. ഈക്വൽസ് വാല്യൂ കൊടുക്കുക, 0.05 ആണ് ഞാൻ കൊടുക്കുന്നത്, കോമ. ദെൻ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് മിനിമം ലിഫ്റ്റ് ആണ്. സോ മിൻ അണ്ടർസ്കോർ ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് എന്ത് കൊടുക്കുക, 3 കൊടുക്കുന്നുണ്ട്, കോമ. നെക്സ്റ്റ് മിനിമം ലെങ്ത് ആണ്, മിൻ ലെങ്ത് കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് എന്ത് കൊടുക്കുക, 2 കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ദെൻ റൺ ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. സോ റൂൾസ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഒന്നും കൂടി ഡാറ്റ ഫ്രെയിം ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. PD ഡോട്ട് കൊടുക്കുക, ഡാറ്റ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, റൂൾസ് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് പ്രൊസീജിങ് കഴിഞ്ഞാൽ നമുക്ക് റൂൾസിൻ്റെ വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഡാറ്റ ഫ്രെയിം പോലെ നമുക്ക് ആ വാല്യൂസ് വിസിബിൾ ആയിട്ട് വരും കേട്ടോ. സോ ഇവിടെ നമുക്ക് എന്താ വരുന്നത് വെച്ചാൽ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ സപ്പോർട്ട് എത്ര ഉണ്ടെന്നും ഓർഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഓർഡർ ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓർഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കൊന്ന്
ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇൻഡെക്സിൻ്റെ. ഓക്കെ, സോ യെസ്, എന്ത് കൊടുക്കുക, റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റിലുള്ള സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഓർഡർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, 0 കൊടുക്കുന്നുണ്ട്, റൺ ചെയ്ത് നോക്കാം. സോ അതിൻ്റെ വാല്യൂസ് നമുക്ക് അവിടെ വരും. ഐറ്റം ഒരു ഫ്രോസൺ സെറ്റ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഒരു ഡാറ്റ ടൈപ്പ് ആണ് ഇത് ഫ്രോസൺ സെറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൽ തന്നെയും എന്താണ് നമ്മുടെ വാല്യൂസ് ഐറ്റം ഫ്രോസൺ സെറ്റിൽ ലിവർ ലോഫ് ഉണ്ട്, അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ അതിനെ ആ ഒരു ഫസ്റ്റ് കോളത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് റോവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻറ്റയർ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. അവിടെ കംപ്ലീറ്റ്ലി വരുന്നില്ല ഡാറ്റ ഫ്രെയിമിൽ. സോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വിസിബിൾ ആണ്. ഇനി ഐറ്റം ബേസ് എന്താന്ന് പറഞ്ഞുതരാം. അതേപോലെ തന്നെ എന്താണ് ഐറ്റം ആഡ്സും ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ് ഐറ്റം ബേസ് ഉണ്ട്. ഐറ്റം ബേസ് എന്ന് പറയുന്നത് ആൻറ്റിസിഡൻറ്റിനെയാണ്. ആൻറ്റിസിഡൻറ്റ് ഐറ്റം ബേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഐറ്റം ആഡ് എന്ന് പറയുന്നത് എന്താണ്, കോൺസിക്വൻറ്റിനെയാണ്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ കേട്ടോ, ജസ്റ്റ് ഞാൻ ബേസിക്കലി ഒരു കണ്ടന്റ് പറഞ്ഞു തീർത്തതിന് ശേഷം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് 25th റോ, അതായത് അൺടിൽ 25 വരെയുള്ള ഇൻഡെക്സ് വാല്യൂ വരെയുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് റൂൾസ് കൊടുക്കാം, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കാം, ഓർഡർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം കേട്ടോ. എന്ത് കൊടുക്കുക, ഓർഡർഡ് അണ്ടർസ്കോർ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, 25 കൊടുക്കുന്നുണ്ട്, ദെൻ റൺ ചെയ്യാം. സോ 25 വരുന്ന ആ ഒരു ഇൻഡെക്സിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ് റൂട്ട് വെജിറ്റബിൾസ് ഉണ്ട്, മാർഗറൈൻ ഉണ്ട്, ഷോപ്പിംഗ് ബാഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആ ഒരു ഇൻഡെക്സിൽ വരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇതേപോലെ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രിയോറി അൽഗോരിതം അല്ലെങ്കിൽ അപ്രിയോറി റൂൾ മൈനിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താണ് അപ്രിയോറി എന്ന് നമ്മൾ പറഞ്ഞത്, എന്താ അപ്രിയോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്രിയോറി എന്ന് പറയുന്നത് ഒരു അൽഗോരിതം ആണ്, ഒരു ക്ലാസിക് അൽഗോരിതം. ഡാറ്റ മൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിക് അൽഗോരിതം ആണ് ഈ അപ്രിയോറി എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ ഈ അസോസിയേഷൻ റൂൾ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ മെയിൻലി എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ എന്ത് ചെയ്യാം, ഒരു ഡാറ്റ സെറ്റിലുള്ള ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്രിയോറി എന്ന് പറയുന്നത്. സോ ഒരു അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യും ഐറ്റം സെറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം. ഈ ഒരു ഐറ്റം സെറ്റിനെ എന്ത് ചെയ്യും, ഒരു അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യും. ദെൻ എന്താണ് അതിൽ നിന്ന് ഒരു ഫ്രീക്വന്റ് ഐറ്റംസിൻ്റെ സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ എന്താണ് മാർക്കറ്റ് ബാസ്ക്കറ്റ് അല്ല, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഗ്രോസറീസ് ആണ്. സിമിലർ, രണ്ടും ഒരേപോലത്തെ ഡാറ്റ സെറ്റ് ആണ് കേട്ടോ. ഈ ഒരു അൽഗോരിതത്തിൽ സ്പെസിഫിക്കലി എന്താണ് റെലവൻ്റ് ആയിട്ടുള്ള സിനാരിയോസ് മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഡാറ്റ. ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ഐറ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ തന്നെ കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ഐറ്റംസ് ആണ് മെയിൻലി നോക്കുന്നത്. സപ്പോർട്ട് എന്ന് പറയുന്നതാണ് ഒരു ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഫ്രീക്വൻ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റംസിൻ്റെ തന്നെ ഒരു കളക്ഷനാണ് ഒരുമിച്ച് വരുന്നത്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഐറ്റംസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ ഡാറ്റ റെക്കോർഡ്സിൽ വരുന്ന ആ ഒരു ഐറ്റം സെറ്റിന് അല്ലെങ്കിൽ ഡാറ്റ സെറ്റിനെ എന്ത് ചെയ്യുവാണ്, ഐഡൻറ്റിഫൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഐറ്റം സെറ്റ് എന്ന് തന്നെ പറയാം. സോ ഈ അൽഗോരിതം എന്ന് പറയുന്നത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്ത് ചെയ്യും, ബേസ്ഡ് ഒരു സ്പെസിഫിക് ത്രെഷോൾഡ് ബേസ് ചെയ്തിട്ടാണ്, അതാണ് ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്നത്. ഒരു പ്രീ ഡിഫൈൻഡ് ത്രെഷോൾഡ് ആണ് ഇത്, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഇവിടെ. ഇതല്ല, ഇതിന് ശേഷം ഒത്തിരി ഡാറ്റ ഉള്ളതുകൊണ്ട് സ്ക്രോൾ ചെയ്യാനുണ്ട്. സപ്പോർട്ട് നമ്മൾ 0.5 ആയിട്ട് 0.5 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. യെസ്, ഇവിടെ ഉണ്ടോ മിനിമം സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. വേണമെങ്കിൽ എന്ത് കൊടുക്കാം, നമുക്ക് ആ ഒരു വാല്യൂവിന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. വേണമെങ്കിൽ 0.5 കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, എത്ര ഐറ്റം സെറ്റ് ആ ഡാറ്റ സെറ്റിൽ അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളൊരു ക്വാണ്ടിഫൈ അല്ലെങ്കിൽ നമ്മൾ ആ കൗണ്ട് ചെയ്യുന്നതിനെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട് നമുക്ക് സപ്പോർട്ടിന്റെ വാല്യൂ ചേഞ്ച് ആയി വരുന്നുണ്ട് ഓരോ ഐറ്റം സെറ്റിനും. ഇതാണ് സപ്പോർട്ട് വാല്യൂ ചേഞ്ച് ആയി വരും. ഓക്കെ, അൽഗോരിതം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ത്രെഷോൾഡ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നു. ഇവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്, ഓരോ ഐറ്റം സെറ്റിന് ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രെഡും മിൽക്കും ഒരു 5 പ്രാവശ്യം 10ൽ 5 പ്രാവശ്യവും എന്താണ് ട്രാൻസാക്ഷനിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 5/10 ആണ് വരുന്നത്. സോ 0.5 ആയിരിക്കും വരുന്നത്. അതേപോലെ അപ്പിയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്നിന്റെയും സപ്പോർട്ട് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കാണാം ഓരോ ഐറ്റത്തിനും അതിൻ്റെതായ സപ്പോർട്ട് വാല്യൂ ഉണ്ട്. ഒത്തിരി ഡാറ്റ ഉള്ളത് കൊണ്ടാണ് ഇത്രയും കുറവ് കാണിക്കുന്നത്. സോ ഔട്ട് ഓഫ് 100 ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് വാല്യൂസ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് എന്താ, അപ്രിയോറിറ്റി പ്രോപ്പർട്ടി ആണ്. അതായത് ഡൗൺവേർഡ് ക്ലോഷർ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയും. ഈ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന അപ്രിയോറി അൽഗോരിതം എഫിഷ്യന്റ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ കോർ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അപ്രിയോറിറ്റി അൽഗോരിതം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോർ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഐറ്റം സെറ്റിനെ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റിനെ സ്റ്റേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, സബ്സെറ്റ് പോലെ ഫ്രീക്വന്റ്ലി ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ എന്താണ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്രീക്വന്റ് ആണ്. ദെൻ എല്ലാത്തിനെയും ഒരു സൂപ്പർ സെറ്റ് ചെയ്യുന്ന ലാർജ് സെറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും, കണ്ടെയ്ൻ ചെയ്യുന്ന ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇൻഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, പ്രോൺ എന്ന് പറയും. അതായത് സച്ച് സ്പേസ് ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഐറ്റം സെറ്റിനെയൊക്കെ എന്ത് ചെയ്യും, മുമ്പേ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിൽ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അപ്രിയോറി അൽഗോരിതം ഐട്രേറ്റീവ്ലി എന്ത് ചെയ്യും, ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യും. ദെൻ എന്താണ്, അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അതായത് കെ ഐറ്റം സെറ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ കെ ഐറ്റംസിനെ സെലക്ട് ചെയ്തു. കെ മീൻസ് ക്ലസ്റ്ററിംഗ് നമ്മൾ പറഞ്ഞിരുന്നു, കെ വാല്യൂ ആണ് വരുന്നത് എന്നുള്ളത്. ആസ് എ സെയിം വേ നമ്മൾ കെ ഐറ്റംസിനെ സെലക്ട് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്, ജനറേറ്റ് ചെയ്യും, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം സെറ്റിനെ ജനറേറ്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, അതിന് കൗണ്ട് ചെയ്യും. ഓക്കെ, എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, സപ്പോർട്ട് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസിനും സപ്പോർട്ട് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ഒരു ഐറ്റം സെറ്റ് 10ൽ ഒരു തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/10 ആയിരിക്കും അതിന്റെ സപ്പോർട്ട് വാല്യൂ വരുന്നത്. ഓക്കെ, സോ അതേപോലെ ഓരോന്നും മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 0.003 ആണ് കൊടുത്തിരിക്കുന്നത്. 0.003 എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ 10,000 അല്ലെങ്കിൽ അതിലും കുറവാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബിക്കോസ് അത്രയും വാല്യൂസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ മിനിമം ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ 0.003 ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിന് ശേഷം നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ കാൻഡിഡേറ്റ് ആണ്. സോ അതായത് സബ്സിക്വന്റ് ഐട്രേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ഫ്രീക്വന്റ് കെ വാല്യൂ കാൻഡിഡേറ്റ് കെ ഐറ്റം സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത ആ ഒരു ഐറ്റം സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻഫ്രീക്വന്റ് സബ്സെറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണം. ബിക്കോസ് റിപ്പീറ്റേഷൻസ് വരാൻ പാടില്ല. നമുക്ക് ഒരേ യുണീക്ക് ആയിട്ടുള്ള എന്താണ് ഗ്രൂപ്പിംഗ് ആണ് നമുക്ക് വേണ്ടത്. സോ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ
എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. സപ്പോർട്ടിനെ കൗണ്ട് ചെയ്തതിന് ശേഷം ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റം സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ് സപ്പോർട്ട് ഉണ്ട്. സോ റിമൈനിങ് കാൻഡിഡേറ്റ് കെ ഐറ്റംസിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി മിനിമം സപ്പോർട്ട് ത്രഷോൾഡ് ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വന്റിൽ വരുന്നതിനെ കൺസിഡർ ചെയ്യും. ദെൻ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എത്ര ഫ്രീക്വന്റ് ഐറ്റംസ് ആ ഒരു ഡാറ്റാ സെറ്റിൽ കണ്ടുപിടിക്കുന്നോ അത്രയും ഇത് കൺസിഡർ ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ ഫ്രീക്വന്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അസോസിയേഷൻ റൂള് ജനറേറ്റ് ചെയ്യും. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. മെട്രിക്സ് യൂസ് ചെയ്തതിന് ശേഷം എന്താണ് കോൺഫിഡൻസ്, അതേപോലെ തന്നെ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും കൂടെ ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഈ ഒരു സിംഗിൾ ലൈനിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ആ ഒരു സിംഗിൾ ലൈനിൽ കൊടുക്കുന്നതിൽ ഇത്രയും സ്റ്റെപ്സ് അവിടെ ബിഹൈൻഡിൽ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ത്രഷോൾഡ് വാല്യൂ ആണ്. ദെൻ അതേപോലെ തന്നെ മിനിമം കോൺഫിഡൻസും അതേപോലെ തന്നെ മിനിമം ലിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ റൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്. സോ അൺടിൽ ആ ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ഐറ്റം സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു ഐറ്റം സെറ്റ് റിപ്പീറ്റ് ചെയ്യാതെയുള്ള യുണീക്ക് വാല്യൂസ് ആയിരിക്കണം. ഇനി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് പ്രൂണിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിനെ. സോ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് റൂൾസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ ഒരു ഡാറ്റ സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി അപ്രിയോറി അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസിക് മെത്തേഡാണ്. നമ്മൾ ഡാറ്റ അനാലിസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മെയിൻലി എന്താണ്, ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ മെയിൻ എയിം വരുന്നത്. ലാർജ് ഡാറ്റ സെറ്റിലൊക്കെ ഒത്തിരി ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ റൂൾസ് ഒക്കെ ഓരോ ഡാറ്റാസ് അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ എങ്ങനെയാണ് തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ലൈക്ക് ഇപ്പോൾ ഗ്രോസറി സ്റ്റോറിലാണെങ്കിൽ ഒത്തിരി കസ്റ്റമേഴ്സ് ബ്രെഡും ബട്ടറും ഒരുമിച്ച് വാങ്ങും അല്ലേ. സോ എന്താണ്, ആ ഒരു ഇൻഫർമേഷൻസ് സ്റ്റോറിന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു സ്പെഷ്യൽ ഓഫർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സെയിൽ നടക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും അല്ലേ. സോ ആ സ്റ്റോറിൽ ആ ഒരു ഐറ്റംസ് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാനും അതേപോലെ തന്നെ ഐറ്റംസ് സെല് ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അപ്രിയോറിറ്റി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അൽഗോരിതത്തിന്റെ ഓപ്പറേഷൻ വരുമ്പോൾ ഒത്തിരി സ്റ്റെപ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ഐഡന്റിഫൈ ചെയ്യും. സോ ഒരു നമ്മളെന്താണ്, ഒരു ഐറ്റത്തിന് യൂണിക് ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ആ ഡാറ്റയിൽ എൻറ്റയർലി തപ്പി നോക്കിയതിന് ശേഷം എന്ത് ചെയ്യും, അത് എത്ര തവണ ആ ഒരു സിംഗിൾ ഐറ്റം അപ്പിയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കൗണ്ട് കീപ്പ് ചെയ്യും. സോ ഒരു സിംഗിൾ ഐറ്റത്തിനെയാണ് എന്ന് പറയുന്നത് വൺ ഐറ്റം സെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ എത്ര ഐറ്റം സെറ്റ് ഉണ്ടെന്നുള്ളതും നോക്കും. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യും, ആ റൂള് യൂസ് ചെയ്യും. മിനിമം സപ്പോർട്ട് ആ ഒരു നമ്പർ എന്താണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് അപ്പിയർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അവിടെ ചെക്ക് ചെയ്യും. ഇനി ഐറ്റംസ് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു ത്രഷോൾഡിനനുസരിച്ചിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു മിനിമം സപ്പോർട്ടിന് എബവ് ആണ് അതിന്റെ കൗണ്ട് വരുന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ മിനിമം ത്രഷോൾഡ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മിനിമം സപ്പോർട്ട് കഴിഞ്ഞിട്ട് കൂടുതൽ കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയും, ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയും. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, പോസിബിൾ ഐറ്റം ഗ്രൂപ്പ്സിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ സിംഗിൾ ഐറ്റംസിനെ നമ്മൾ അപ്പിയർ ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ഐറ്റംസിന്റെ ഗ്രൂപ്പിംഗ് ചെക്ക് ചെയ്ത് നോക്കും. അതായത് അൽഗോരിതം എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. അതായത് പെയേഴ്സ് ഓഫ് ഐറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 2 പെയർ ഐറ്റം ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ദെൻ ആ ഓരോ പെയറും ഒരുമിച്ച് അപ്പിയർ ചെയ്യുന്നുണ്ടോ, എത്ര തവണ അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. ദെൻ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. 3 ഐറ്റംസ് വരെയുള്ള ഗ്രൂപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അതേപോലെ ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഐറ്റം കഴിഞ്ഞു, 2 ഐറ്റം നമ്മൾ പറഞ്ഞു, അതേപോലെ 3 ഐറ്റം പറഞ്ഞു, അതേപോലെ 4 ഐറ്റം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ആ അൽഗോരിതം എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ വാല്യൂവിനേക്കാളും വലിയ ബിഗർ ഗ്രൂപ്പ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു അൽഗോരിതത്തിന്റെ ഐറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്രീക്വന്റ് ഐറ്റം ഗ്രൂപ്പ്സിനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ്. ഒത്തിരി ഫ്രീക്വന്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ. വളരെ റെയർ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് നമുക്ക് ആവശ്യമില്ല. സോ എന്ത് ചെയ്യും, അതിനെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. സോ അപ്രിയോറി അൽഗോരിതം യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുക കേട്ടോ.
ഈ റൂൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിന് എന്താണ് ഒരു ലാർജ് ഗ്രൂപ്പില് നമുക്ക് റീസെന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഈ ഐറ്റംസിനെ അതേപോലെ തന്നെ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വരാത്ത ഐറ്റംസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എന്താണ് ലാർജർ ഗ്രൂപ്പ്സിനെ ഇത് ഐഡന്റിഫൈ ചെയ്യില്ല അല്ലെങ്കിൽ ചെക്ക് ചെയ്യില്ല എന്ന് പറയും. സോ ഈ ഒരു വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ഇത് നോക്കിയിട്ട് ഇതിപ്പോ ഒരാൾ മാനുവലി ചെയ്യുവാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അല്ലെ. സോ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഗ്രൂപ്പ്സ് ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പും അതേ ഇൻഡിവിജ്വലി നമ്മൾ നോക്കുന്നുണ്ട്, അതേപോലെ മൾട്ടിപ്പിൾ ഐറ്റം സെറ്റ് വെച്ചിട്ട് നമ്മൾ മാച്ചിങ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. സോ നമ്മുടെ ഒത്തിരി ടൈം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഐറ്റംസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കും. ദെൻ എന്ത് ചെയ്യും, ഈ റൂൾസ് സപ്പോർട്ട്, കോൺഫിഡൻസ്, അതേപോലെ തന്നെ ലിഫ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ കീ മെട്രിക്സ്, പ്രൂവറിന്റെ കീ മെട്രിക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു മെട്രിക്സ് മെഷർ ആണ്, എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ഓരോ ഐറ്റം അപ്പിയർ ചെയ്യുന്നതെന്നുള്ളത് ആ ഒരു ഡാറ്റ സെറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ സെറ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷനിൽ എത്ര തവണ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് ഒരു ത്രഷോൾഡ് വാല്യൂ നമ്മൾ പറഞ്ഞല്ലോ. സോ അതിൽ ഹയർ സപ്പോർട്ടുള്ള ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. സോ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തതിന് നമുക്ക് ഹയർ സപ്പോർട്ട് വാല്യൂ കിട്ടും, അതേപോലെ തന്നെ കുറവ് റിപ്പീറ്റ് ചെയ്തതിന് നമുക്കത് കാണാൻ പറ്റും കേട്ടോ. സോ 20% ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ 20% നമുക്ക് സപ്പോർട്ടായിട്ട് കിട്ടും. സോ കുറച്ചും കൂടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അല്ലെങ്കിൽ ഐറ്റം ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, ഐറ്റം സെറ്റ്. ഓക്കെ, സോ അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ നമ്മൾ ഐറ്റംസിനെ നമ്മളിപ്പോൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക വൈ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എക്സ്, നമുക്ക് രണ്ട് ഐറ്റംസ് ഉണ്ട് എക്സും വൈയും. സോ എക്സ് പർച്ചേസ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ എന്താണ് വൈയും പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അസോസിയേഷൻ, രണ്ട് ഐറ്റംസ് തമ്മിലുള്ള അസോസിയേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. അതായത് ഒരു ഐറ്റം നമ്മൾ ഇൻസൈറ്റ്സിൽ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആ ഒരു ഐറ്റം ഗ്രൂപ്പ് മോസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലർ ബ്രെഡ് വാങ്ങുന്നതിൻ്റെ ഒപ്പം ബട്ടർ വാങ്ങും, അത് മോസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ. ചിലർ ബ്രെഡ് വാങ്ങുമ്പോൾ ജാം ആയിരിക്കും വാങ്ങുന്നത്, അതേപോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ കോൺഫിഡൻസ് കൊടുക്കുന്നത് 0.05 ആണ്. സോ അത്രയും സിമിലർ ആയിട്ട് വരുന്ന ഗ്രൂപ്പിനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ദെൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ലൈക്ലി ആയിട്ട് രണ്ടോ അതിലധികമോ ഐറ്റംസ് പർച്ചേസ് ഒരുമിച്ച് എന്താണ് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഐറ്റംസിനെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ലിഫ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് പോസിറ്റീവ് അസോസിയേഷൻ ആണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ സ്ട്രോങ് പോസിറ്റീവ് മീൻ ആണെങ്കിൽ ലിഫ്റ്റ് ഒന്നിനേക്കാളും കൂടുതൽ കൊടുക്കാം. ഒരു സ്ട്രോങ്ങർ കണക്ഷൻ, ഐറ്റംസ് തമ്മിലുള്ള സ്ട്രോങ്ങർ കണക്ഷൻ ആണ് നമ്മൾ മീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ കൊടുക്കാം കേട്ടോ. ലൈക്ക് ബ്രെഡും ബട്ടറും വാങ്ങിച്ചിട്ടുണ്ട്, ദെൻ അതിൻ്റെ ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും വാങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്നത്. ദെൻ നമ്മൾ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ 50% ഓഫ് ഐറ്റംസ് അപ്പിയർ ചെയ്യാനുള്ള ചാൻസ് ഏതാണ്, 3/5 ആണ് ഒരു ട്രാൻസാക്ഷനിൽ. ഓക്കെ, ഈ ഒരു ത്രെഷോൾഡ് ഫോർമുല വെച്ചിട്ട്, അതായത് സപ്പോർട്ട് ഈക്വൽസ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കണ്ടെയ്നിങ് ഐറ്റംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ, അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സപ്പോർട്ട് വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നത്. മിനിമം കോൺഫിഡൻസ് ത്രെഷോൾഡ് എന്ന് പറയുന്നത് എന്താണ് 70% ആണ്. ചിലപ്പോൾ എന്താണ് നമുക്ക് ആ വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. അതേപോലെ ത്രെഷോൾഡ് ഫോർമുല അതിന് യൂസ് ചെയ്യുന്നത് എന്താണ് കോൺഫിഡൻസ് ഓഫ് എക്സ് ടു വൈ എന്ന് പറയുന്നത് എന്താണ് സപ്പോർട്ട് ഓഫ് എക്സ് യൂണിയൻ വൈ ബൈ സപ്പോർട്ട് ഓഫ് എക്സ് വെച്ചിട്ടാണ് ഈ കോൺഫിഡൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, എല്ലാ ഐറ്റംസ് സപ്പോർട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50% ആണോ ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യും. ഇനി ഏതെങ്കിലും സപ്പോർട്ട് ലെസ് ദാൻ 50% ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, ഒമിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. സോ ഫ്രീക്വന്റ് ആയിട്ടുള്ള ആ ഒരു 1 ഐറ്റം സെറ്റിൽ നിന്ന് ലെസ് ദാൻ 50% ആയിട്ടുള്ളതിനെ റിമൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യും, ഒമിറ്റ് ചെയ്യുകയാണ് പറയാം.
ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് 2 ക്രിയേറ്റ് ചെയ്യും, സെക്കൻഡ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഫ്രീക്വന്റ് വൺ ഐറ്റം സെറ്റ് ഉണ്ട്, അത് പെയർ ചെയ്തതുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, അതിന്റെ സപ്പോർട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, 3 ഐറ്റംസ് പെയർ ആയിട്ടായിരിക്കും നമുക്ക് പിന്നീട് കിട്ടുന്നത്. ഓക്കെ, സോ 3 ഐറ്റംസ് പെയർ ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ അതിന്റെ സപ്പോർട്ടും, അതായത് സ്റ്റെപ്പ് 2-ന് സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് നമ്മളിവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി 2 ഐറ്റം സെറ്റിൽ എന്താണ് 50% ത്രെഷോൾഡ് മീറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം ത്രെഷോൾഡ് വാല്യൂവിനേക്കാളും കുറവുള്ളതിന് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നെക്സ്റ്റ് തന്നെ ജനറേറ്റ് കാൻഡിഡേറ്റ് 3 ഐറ്റം സെറ്റ് ആണ്, അതായത് 3 ഐറ്റം സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാണാം, ഫസ്റ്റ് തന്നെ 2 ഐറ്റം സെറ്റ് ഉള്ളതാണ്, നമുക്ക് ഇവിടെ സിംഗിൾ ഐറ്റം സെറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ഇതില്ലാത്തതുകൊണ്ട് 2 ഐറ്റം സെറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് തുടങ്ങുന്നത്. ദെൻ 3 ഐറ്റം സെറ്റ്, ഇവിടെ 3 ഐറ്റംസ് ഉള്ള സെറ്റ് വരുന്നുണ്ട്. അതേപോലെ 4 ഐറ്റംസ് വരുന്ന സെറ്റ്, അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ ആ ഒരു ഐറ്റം സെറ്റിന്റെ ഇത് ഏറ്റവും ടോപ്പ് വാല്യൂ കഴിഞ്ഞിട്ട് പിന്നീട് ചേഞ്ച് ആവാത്ത വരെയും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. സോ ഈ ഒരു 2 ഐറ്റം സെറ്റ്സിനെയും ഇതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് 3-നെയും എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ സപ്പോർട്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ട്രിപ്ലെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഇപ്പോൾ ബ്രെഡ് ബട്ടർ മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട്, സോ അതിന്റെ സപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യും, ത്രെഷോൾഡ് വാല്യൂ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത് വെച്ചാൽ അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഐറ്റം സെറ്റ് അതിന്റെ കോൺഫിഡൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ബ്രെഡും ബട്ടറും സോ കസ്റ്റമേഴ്സ് ബൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ദെൻ അതിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്താണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. സോ സപ്പോർട്ട് ഓഫ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ, അതായത് 4 ലൈക്ക് 4 ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ടോട്ടല്, നമ്മൾ 4 ഐറ്റംസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 2/4 ആണെങ്കിൽ 50%, കറക്റ്റ് 50% ആണ്. സോ ഫെയിൽഡ് ആണെന്നാണ് പറയുക. സോ 50%-നേക്കാളും എബവ് വേണം, എന്നാലേ ത്രെഷോൾഡ് വാല്യൂ മീറ്റ് ചെയ്തു എന്ന് പറയുള്ളൂ കേട്ടോ. ദെൻ അതേപോലെ റൂൾ 2 വരുന്നത്, അതാണ് റൂൾ 1 വരുന്നത്. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൂടി ബൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് റൂൾ വരുന്നത്. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, ബ്രെഡും ബട്ടറും കസ്റ്റമർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ബട്ടർ വാങ്ങുന്നുണ്ടെങ്കിൽ ബൈ ബ്രെഡ് ഓൾസോ, ബ്രെഡും കൂടി വാങ്ങാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നോക്കും, അതായത് ഓരോ ഐറ്റം ബൈ ഐറ്റം ചെക്ക് ചെയ്ത് നോക്കുന്നത്. ബ്രെഡ് വാങ്ങുന്നവർ എല്ലാവരും ബട്ടർ വാങ്ങുന്നില്ല, ബട്ട് ബട്ടർ വാങ്ങുന്നവർ ബ്രെഡ് വാങ്ങാൻ ചാൻസ് ഉണ്ട്, അതാണ് സെക്കൻഡ് റൂൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ തേർഡ് റൂൾ എന്ന് പറയുമ്പോൾ 3 ഐറ്റം വെച്ചിട്ടല്ല നമ്മൾ ചെയ്ത് നോക്കുന്നത്. സോ തേർഡ് ഐറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, മിൽക്കാണ് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, അസ്യൂം ചെയ്യുക മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബ്രെഡും മിൽക്കും തമ്മിലുള്ള സപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കും, ത്രെഷോൾഡ് മീറ്റ് ചെയ്യുമ്പോൾ നോക്കും. സോ അതിന്റെ കോൺഫിഡൻസ് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. സോ അപ്രിയോറി അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി ബ്രെഡ് ബട്ടർ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് മോസ്റ്റ്ലി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ലൈക്ക് ഈ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ലൈക്ക് സൊമാറ്റോ, സ്വിഗ്ഗി, ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോംസ്, ഇതിലൊക്കെ ആയിരിക്കും മെയിൻലി ഇതിന്റെ യൂസ് വരിക. അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസ്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിന്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ കസ്റ്റമർ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ കസ്റ്റമറുടെ റെക്കമെൻഡേഷൻസും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക കേട്ടോ. ഇനി പ്രിയോറി അൽഗോരിതത്തിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ലാപ്ടോപ്പ് അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ പ്രൊഡക്റ്റ്. ഒരു ലാപ്ടോപ്പ് വാങ്ങുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം എന്താണ് ലാപ്ടോപ്പ് ബാഗിന്റെ സെയിലും കൂടി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. സോ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ ഒരു കോംബോ പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബൈ ചെയ്ത് പോകും, ബിക്കോസ് അവർക്ക് ആവശ്യമാണ് അല്ലേ. സോ അതേപോലെ കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുഡ് ഡെലിവറി സർവീസ് ആണെങ്കിൽ എന്താണ് പോപ്പുലർ കോംബോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബർഗർ വാങ്ങുന്നവർ ഫ്രൈസ് വാങ്ങുന്നവർ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങാറുണ്ട്. സോ അങ്ങനത്തെ കോംബോസ് ഒക്കെ വരുന്നത് എന്ത് ചെയ്യാം, ഒരു ഓഫറിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ കസ്റ്റമേഴ്സ് വാങ്ങും. ഓക്കെ, സോ അതേപോലെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രീമിംഗ് സർവീസ് ആണെങ്കിൽ മൂവീസിന്റെ റെക്കമെൻഡേഷൻസ് യൂസർ നോർമലി ആക്ഷൻ ആണ് കാണുന്നത്. സോ സിമിലർ യൂസേഴ്സ് എന്താണ് സൂപ്പർ ഹീറോ മൂവീസും കൂടി കാണുന്നുണ്ട് എങ്കിൽ നമുക്ക് അത് സജഷൻ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ആ യൂസർ സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു മൂവിയും കൂടി വാച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെയുണ്ട്. ദെൻ ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിലും ഹാബിറ്റ്സ് വെച്ചിട്ട് പേഴ്സണലൈസ് ഓഫേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീൽസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വന്റ് പർച്ചേസ് ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതേപോലെ ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി പാക്കേജ് ലൈക്ക് ഫ്ലൈറ്റ്, ഹോട്ടല്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സർവീസസ് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺലി കൊടുക്കാൻ പറ്റും.
സോ അതൊക്കെ ഒരു ഓഫറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഇപ്പോൾ നമ്മളൊരു യൂസറിന്റെ പാസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ട് ലൈക്ക് പ്രോട്ടീൻ ഷേക്സ്, വർക്ക്ഔട്ട്സ് കാര്യങ്ങളൊക്കെ റെക്കമെൻഡേഷൻസ് പോലെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാനൊക്കെ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ഈ അപ്രിയോറി അൽഗോരിതംസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ PCA ആണ് നമ്മൾ PCA. സോ അപ്രിയോറി അൽഗോരിതംസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. PCA ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ അപ്രിയോറി അസോസിയേഷൻ റൂളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ആ ഒരു ഡാറ്റേനെ എവിടെ നിന്ന് തുടങ്ങിയതാന്ന് നോക്കണം കേട്ടോ. നമ്മുടെ ഇനീഷ്യലി നമ്മുടെ ഡാറ്റയിൽ എന്തായിരുന്നു ഉള്ളത്, ആകെ കൂടി 3 കോളംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഈ മെമ്പർ നമ്പറും ഡേറ്റും ഐറ്റം ഡിസ്ക്രിപ്ഷനും. ഇത്രയും കാര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഡാറ്റാ സെറ്റിനെ നമ്മൾ എന്താക്കി, ലാസ്റ്റ് വന്നപ്പോൾ 165 അറൌണ്ട് കോളംസ് ആക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു, നമ്മൾ ഐറ്റംസിനെ ആദ്യം സെപ്പറേറ്റ് ചെയ്ത് കോളംസ് ആക്കി, ദെൻ എന്ത് ചെയ്തു, ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്ത് നോക്കി, സം ചെയ്ത് നോക്കി, അങ്ങനെ ഒരുമിച്ച് വാങ്ങുന്ന ഐറ്റംസിനെ നമ്മൾ ലിസ്റ്റ് ആക്കി, ദെൻ അതിൽ ലിസ്റ്റിൽ ആഡ് ഓൺ ചെയ്ത് നോക്കി. ദെൻ അതിന് ശേഷമാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആയിരുന്നു അതിന് എന്ത് ചെയ്തു, ഗ്രൂപ്പിംഗ് ചെയ്തു. 2 എണ്ണമുള്ള ഐറ്റംസിന്റെ ഗ്രൂപ്പാക്കി മാറ്റി, ദെൻ 3 എണ്ണമുള്ളതാക്കി, അങ്ങനെ ആഡ് ഓൺ ചെയ്തു പോയി അൺടിൽ ആ മാക്സിമം ഗ്രൂപ്പിംഗ് എത്തുന്ന വരെയും നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു അൽഗോരിതം. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒത്തിരി ഗ്രൂപ്പിംഗ്സ് വന്നിട്ടുണ്ട് അല്ലേ. 4 ഐറ്റം കണ്ടോ ഇവിടെ, 1 2 3 4 4 ഐറ്റംസ് വന്നിട്ടുണ്ട്. 4 ഐറ്റംസ് തന്നെയാണ് ഇവിടെ, 4 എണ്ണമാണ്. സോ അൺടിൽ അതിന്റെ ലാർജർ എമൗണ്ട് എത്തുന്ന വരെയും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു പറഞ്ഞത്. 1 2 3 4 5 5 വന്നിട്ടുണ്ട്. അതേപോലെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടേക്ക് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. 1 2 3 4 5 6 7 8 8 ഐറ്റംസ് ഉണ്ട്. അതേപോലെ ഏറ്റവും കൂടുതലുള്ള ഐറ്റംസ് നമുക്ക് ഇതേപോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 1 2 3 4 ഇത് ചെയ്താൽ മതി. ലെങ്ത് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. 1 2 3 4 5 6 7 8 തന്നെയാണ് തോന്നുന്നു മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ആ ഒരു മിനിമം റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്. ബട്ട് 8 ആണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പോലെ വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ഏറ്റവും ലെങ്ത് കൂടിയിട്ടുള്ള കോംബോ ഏതാന്നൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒരു ഫോർ ലൂപ്പ് കൊടുത്തതിന് ശേഷം എന്ത് കൊടുത്താൽ മതി, ഏറ്റവും വലിയ ലെങ്ത് നോക്കുക, അതായത് മാക്സ് ഓഫ് ലെങ്ത് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെയൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മൈട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വാല്യൂസ് കിട്ടും. ദെൻ LEN നോക്കുക, ലെങ്ത് നോക്കിയതിന് ശേഷം ആ വാല്യൂ അങ്ങ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ലിസ്റ്റിന്റെ കോമ്പോസ് നമുക്ക് ഏതാണ് ഏറ്റവും വലുതെന്നുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഗ്രോസറീസ് ഡാറ്റാ സെറ്റ് ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തോളൂ. ആ ഒരു ഡാറ്റാ സെറ്റ് വെച്ചിട്ട് നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതേപോലെയുള്ള കോമ്പിനേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെയിൽസ് ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന്റെ ബിഹേവിയർ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടും കേട്ടോ. സോ ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കപ്പോൾ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, സപ്പോർട്ട് വാല്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഈ സപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ 33 ആണ് വന്നിരിക്കുന്നത്. സോ കോമ്പോസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. റിപ്പീറ്റഡ് വന്നിട്ടില്ല എന്നുള്ളത് നോക്കുക, വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. വരാൻ ചാൻസ് ഇല്ല, സോ നമ്മളത് എലിമിനേറ്റ് ചെയ്ത് കളയും. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പ്രിയോറി ആണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ദെൻ ഓർഡർ സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഓരോന്നും 25 വരെയുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അതിന്റെ കോയിഫിഷ്യന്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം പറയുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇതൊന്ന് നോക്കാം, എന്നിട്ട് എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു.